ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഇൻസ്പെക്ഷന് പോയായിരുന്നു. ഇൻസ്പെക്ഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് വാഹനത്തിൻ്റെ ഓരോ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അതിലെന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ, അഥവാ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, മേജറായിട്ടുള്ള എന്തെങ്കിലും ഡെൻറ്റിങ് സംഭവിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഗ്ലാസ് ചെക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ഷനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കിതിനകത്ത് എടുത്തു പറയാനുള്ളൊരു കാര്യം, അഥവാ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ സൈഡാണ്. ഒരുപാട് പേര് മിസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും മിസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പേപ്പർ സൈഡ്. കാരണം ഞാൻ ഇത്ര എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ഒരു വാഹനത്തിൻ്റെ അവർ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു ആശ്ചര്യം തോന്നിയൊരു കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതായത് വാഹനമൊക്കെ നോക്കി, നല്ല വിലക്കുറവാണ് വാഹനം. അപ്പോൾ ഈ വിലക്കുറവ് ശരിക്കും പറഞ്ഞാൽ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിലക്കുറവ് കാണുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്ന എന്താ, പൈസ ഇട്ട് കൊടുത്തേക്കും. ഓക്കെ, ഞാൻ വന്ന് എടുത്തോളാം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ചെന്ന് നോക്കി വാഹനം വലിയ കുഴപ്പമൊന്നുമില്ല, എഞ്ചിൻ സൈഡൊക്കെ ഓക്കെയാണ്, പക്ഷേ ബോഡി സൈഡൊക്കെ തീരെ അലമ്പായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി ആ കസ്റ്റമറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം അവരോട് ചോദിച്ചു, പേപ്പർ സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അതെല്ലാം ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചു തന്നു. RC ഓണറിൻ്റെ പേര്, പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഈ കസ്റ്റമർ ഏതാ, അതെനിക്കറിയത്തില്ല. അപ്പം നിങ്ങളെങ്ങനെ വാഹനം എടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് സെയിൽ നടത്തുന്ന ഒരാളുടെ നിന്ന് മേടിച്ചു. അപ്പോൾ അവരുടെ നിന്ന് മേടിച്ച സമയത്ത് എന്താ, ഒരു സെയിൽ ലെറ്റർ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പേരിലോട്ടാക്കിയില്ല? ചേട്ടാ, ഞങ്ങൾ എടുത്തിട്ടൊന്ന് മറിക്കാനുള്ള പ്ലാനായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇവർ മറിക്കാനാണെങ്കിൽ ഇവർ ഓണറിനെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ പിള്ളേർക്ക്, അതായത് ചെറിയൊരു പിള്ളേർ സെറ്റിൻ്റെയിലായിരുന്നു ഉണ്ടായിരുന്നത്, അവർക്കത് അറിയത്തില്ലായിരുന്നു. ശരിക്കും ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ പേരിലോട്ട് അത് മാറ്റിക്കണം. ഇനി അത് മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇതിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓണർ, അതിപ്പം ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എത്രയെങ്കിലും ആയിക്കോട്ടെ, കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ച് 2 or 3 കൈമറിഞ്ഞാണ് ഇവരുടെയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊടുത്തയാൾ അല്ലെങ്കിൽ വിറ്റയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഓണറിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല, നോക്കട്ടെ എന്നാണ് ഇവരോട് പറഞ്ഞത്. അവിടെ വെച്ചാണ് വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, നാളെ ഇതിപ്പോൾ ഞാൻ ഈ വാഹനം മേടിച്ചു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഈ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനം മേടിച്ച് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ രജിസ്റ്റേർഡ് ഓണർ ഒരു പരാതി കൊടുക്കുന്നത്, എൻ്റെ വാഹനം മോഷണം പോയി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ നിന്നും വാഹനം പിടിച്ചോണ്ട് പോവും. ഇവിടെ സംഭവിക്കാൻ പോകുന്ന, ഞാൻ കൊടുത്ത പൈസ, അതിന് വലിയ തെളിവൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അവരത് കൈപ്പറ്റിയിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറിയെന്ന് വെച്ചാൽ പോലും ആ പൈസ വെള്ളത്തിൽ വരച്ച വരയായി. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത്, അഥവാ നോക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പേപ്പർ ഡീറ്റെയിൽസും കൂടെ വളരെ കൃത്യമായിട്ട് നോക്കണം. RC ഓണറിനെ കാണാൻ പറ്റുമെങ്കിൽ കാണണം. ഇതിനിപ്പോൾ അത് കച്ചവടക്കാരുടെയിലാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എല്ലാം പേപ്പറിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. അതാണ് ഏറ്റവും നല്ലൊരു രീതി. എല്ലാ സ്ഥലത്തും ഇത് നടക്കുമെന്നല്ല, 1 or 2 സ്ഥലത്തൊക്കെ ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് അറിയാൻ മേലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. എന്നാൽ 1 or 2 പേർക്കെങ്കിലും അറിയാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.